ഹായ് ഓൾ, എല്ലാവർക്കും QSPSC ഹസൽ പി ബൈക്യുവിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 79/2025 റീസെൻ്റ് ആയിട്ട് നടത്തിയ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പം നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുമ്പായി തീർച്ചയായും റെഫർ ചെയ്തിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. കണക്റ്റഡ് ഫാക്ട്സിലേക്കും ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്കും പോകാം. ആദ്യത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവം ഏതാണ്? ഓപ്ഷൻ ബി, സവർണജാഥ. മന്നത്ത് പത്മനാഭൻ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് 1924 നവംബർ 1 സവർണജാഥ നടത്തിയത്. സവർണജാഥ തിരുവനന്തപുരത്ത് എത്തിയതെന്നാണ് 1924 നവംബർ 12 തിരുവനന്തപുരത്ത് എത്തിയത്. ഇനി നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചതാരായിരുന്നു? എം ഇ നായിഡുവായിരുന്നു. ഇന്ത്യയിൽ അയിത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള വഴികളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടത്തിയ പ്രക്ഷോഭമായിരുന്നു വൈക്കം സത്യാഗ്രഹം. 603 ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടുനിന്നത്. ഇത് ആരംഭിച്ച വ്യക്തികൾ ആരൊക്കെയായിരുന്നു? കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ എന്നീ 3 വ്യക്തികളായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന് ആദ്യമേ നേതൃത്വം നൽകിയിരുന്നത്. ഓക്കെ, ഇനി വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോഴുള്ള തിരുവിതാംകൂർ മഹാരാജാവാരായിരുന്നു? ശ്രീമൂലം തിരുനാളായിരുന്നു. എന്നാൽ വൈക്കം സത്യാഗ്രഹം അവസാനിപ്പിക്കുമ്പോൾ വൈക്കം മെമ്മോറിയൽ സമർപ്പിച്ചത് ആർക്കാണ്? റാണി സേതു ലക്ഷ്മിബായിക്കായിരുന്നു. എന്നാണ് അവസാനിച്ചത്? 1925 നവംബർ 23 വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത്. ഓക്കെ, വൈക്കം സത്യാഗ്രഹം അനുഷ്ഠിച്ച അഹിന്ദുക്കൾ ആരൊക്കെയായിരുന്നു? ജോർജ് ജോസഫ്, PM സെബാസ്റ്റ്യൻ, അബ്ദുൾ റഹ്മാൻ. ഇവർ 3 വൈക്കം സത്യാഗ്രഹം അനുഷ്ഠിച്ച അഹിന്ദുക്കൾ. ഓക്കെ, അടുത്ത ചോദ്യം, 10+2+3 എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത് ആരാണ്? ഡോക്ടർ DS കോത്താരി കമ്മീഷനാണ് 10+2+3 എന്ന വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടുവന്നത്. ഓക്കെ, ഏത് വർഷമായിരുന്നു കോത്താരി കമ്മീഷൻ വന്നത്? 1964 1964. എന്തൊക്കെയായിരുന്നു കോത്താരി കമ്മീഷന്റെ ശുപാർശകൾ? 10+2+3 വിദ്യാഭ്യാസ രീതി കൊണ്ടുവരിക, സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കുക, ഇനി ധാർമ്മിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക. ഇത് 3 കോത്താരി കമ്മീഷന്റെ ശുപാർശകൾ. എന്തൊക്കെയായിരുന്നു? 10+2+3 വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടുവരിക, സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കുക, ധാർമ്മിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക. ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്ന ഒരു വിദ്യാഭ്യാസ കമ്മീഷൻ ഏതായിരുന്നു? റിപ്പൺ പ്രഭുവിൻ്റെ നേതൃത്വത്തിൽ വന്ന ഹണ്ടർ കമ്മീഷനായിരുന്നു. 1882 വന്ന ഹണ്ടർ കമ്മീഷനായിരുന്നു ഇന്ത്യയിൽ ആദ്യമായി വന്ന ഒരു വിദ്യാഭ്യാസ കമ്മീഷൻ. ഓക്കെ, അത് പ്രൈമറി വിദ്യാഭ്യാസത്തിനും സെക്കൻഡറി വിദ്യാഭ്യാസത്തിനുമാണ് ശുപാർശ ചെയ്തത്. എന്താണ് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ? 1952 വന്ന കമ്മീഷനാണ് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. എന്തൊക്കെയായിരുന്നു ശുപാർശകൾ? ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കുക, വിവിധോദ്ദേശ്യ സ്കൂളുകൾ സ്ഥാപിക്കുക, അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കുക. ഇത് 3 ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷന്റെ ശുപാർശകൾ. എന്നാണ് വന്നത്? 1952 വന്നത് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കുക, വിവിധോദ്ദേശ്യ സ്കൂളുകൾ സ്ഥാപിക്കുക, അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കുക. ഇത് 3 ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷന്റെ ശുപാർശ. ഇനി രാധാകൃഷ്ണൻ കമ്മീഷൻ വന്നതെന്നായിരുന്നു? 1948-49 വന്നതായിരുന്നു രാധാകൃഷ്ണ കമ്മീഷൻ. ഓക്കെ, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരിക്കുക എന്നായിരുന്നു പ്രധാന ശുപാർശ. അതുപോലെ തന്നെ സ്ത്രീ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക എന്നത് രാധാകൃഷ്ണ കമ്മീഷന്റെ ഒരു പ്രധാന ശുപാർശയായിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം, ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം ഏത് എന്നായിരുന്നു? 1917 ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയത്. ആരായിരുന്നു ചമ്പാരനിലെ നീലം കർഷകരുടെ കഷ്ടപ്പാടുകളെക്കുറിച്ച് ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്? രാജ്കുമാർ ശുക്ല. ഓക്കെ, ഇനി 1916 INCയുടെ ലക്നൗ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചതാരായിരുന്നു? ബ്രിജ് ബാബു കിഷോർ പ്രസാദ് ആയിരുന്നു. ആരാണ്? ബ്രിജ് ബാബു കിഷോർ പ്രസാദ് ആയിരുന്നു. എവിടെയാണ് ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത്? ബീഹാറിൽ. ഓക്കെ, ഇനി തിങ്കതീയ സമ്പ്രദായം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ് തിങ്കതീയ സമ്പ്രദായം. കർഷകർ തൻ്റെ ഭൂമിയുടെ 3 ഭാഗത്ത് നീലം കൃഷി ചെയ്യണമെന്നുള്ളതാണ് തിങ്കതീയ സമ്പ്രദായം. ഓക്കെ, ഇനി ചമ്പാരൻ സത്യാഗ്രഹത്തെക്കുറിച്ച് പഠിക്കാനായി നിയമിച്ച കമ്മീഷൻ ഏതായിരുന്നു? ലഫ്റ്റനന്റ് ഗവർണറായിരുന്ന എഡ്വേർഡ് ഗേറ്റിന്റെ നേതൃത്വത്തിൽ വന്ന ഗേറ്റ് കമ്മീഷൻ. ഓക്കെ, ഗേറ്റ് കമ്മീഷനിൽ ഗാന്ധിജിയും അംഗമായിരുന്നു. ഇനി കമ്മീഷന്റെ റിപ്പോർട്ട് സമരത്തിന് അനുകൂലമായി വരികയും അതിനെ തുടർന്നൊരു ബില്ല് പാസ്സാവുകയും ചെയ്തു. എന്തായിരുന്നു? ചമ്പാരൻ അഗ്രഗേറിയൻ ബില്ലായിരുന്നു. ഇനി ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം ഇന്ത്യ ആചരിച്ചതെന്നായിരുന്നു? 2017.
പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ആരാണ്? ജെയിംസ് ഓട്ടിസ് ആണ്. ജെയിംസ് ഓട്ടിസ് ആണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത്. ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ഈ സ്റ്റേറ്റ്മെന്റ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. മറ്റേതൊക്കെ കോട്ടിങ്സ് ഉണ്ട് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട? ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടക്കി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. ആരാണ് പറഞ്ഞത്? തോമസ് പെയിൻ പറഞ്ഞതാണ്. തോമസ് പെയിൻ. ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടക്കി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞത് തോമസ് പെയിൻ ആണ്. തോമസ് പെയിൻ. ഇനി മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് പറഞ്ഞത് ആരാണ്? ജോൺ ലോക്ക് ആണ് പറഞ്ഞത്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ലോക്ക് ചെയ്ത് വെക്കാൻ ആർക്കും പറ്റത്തില്ല എന്ന് പറഞ്ഞത് ആരാണ്? ജോൺ ലോക്ക് ആണ് പറഞ്ഞത്. ഓക്കെ. ഇനി കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയം ഏതാണോ? ഓപ്പൺ ഡോർ പോളിസി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താണ് കറുപ്പ് വ്യാപാരം? എന്തായിരുന്നു? ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്ന ഒരു ലഹരി പദാർത്ഥമായിരുന്നു കറുപ്പ്. അപ്പം അതിൻ്റെ വ്യാപാരവുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷുകാരും ചൈനക്കാരും ചൈനീസ് ജനതയുടെ മാനസികാവസ്ഥ പ്രതികൂലമായി ബാധിച്ചതിനെ തുടർന്ന് ഇംഗ്ലീഷുകാരും ചൈനക്കാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കറുപ്പ് യുദ്ധം എന്ന് പറയുന്നത്. ഒന്നാം കറുപ്പ് യുദ്ധത്തിൻ്റെ കാലഘട്ടം 1839 മുതൽ 1842 വരെയായിരുന്നു ഒന്നാം കറുപ്പ് യുദ്ധം നടന്നത്. ഓക്കെ. ഒന്നാം കറുപ്പ് യുദ്ധത്തിനുള്ള പ്രധാന കാരണം എന്തായിരുന്നു? കാൻഡൻ കറുപ്പ് പാർട്ടിയായിരുന്നു. കാൻഡൻ കറുപ്പ് പാർട്ടി. അതിനെ തുടർന്ന് ഒന്നാം കറുപ്പ് യുദ്ധം ഉണ്ടാവുകയും ഇനി അതിനെ അവസാനിച്ച ട്രീറ്റി ഏതായിരുന്നു? ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിക്കാൻ ഇടയായ ഉടമ്പടി എന്തായിരുന്നു? നാൻകിങ് ഉടമ്പടിയായിരുന്നു. നാൻകിങ് ഉടമ്പടി 1839 മുതൽ 1842 വരെയായിരുന്നു ഒന്നാം കറുപ്പ് യുദ്ധം. ഇത് അവസാനിക്കാൻ ഇടയായ ഉടമ്പടി ഏതാണ്? നാൻകിങ് ഉടമ്പടിയായിരുന്നു. രണ്ടാം കറുപ്പ് യുദ്ധം നടന്ന വർഷം ഏതായിരുന്നു? 1856 മുതൽ 1860 വരെയായിരുന്നു രണ്ടാം കറുപ്പ് യുദ്ധം. രണ്ടാം കറുപ്പ് യുദ്ധം അവസാനിച്ച ഉടമ്പടി ഏതായിരുന്നു? ട്രീറ്റി ഓഫ് ടിയാസിൻ അഥവാ പീക്കിംഗ് ട്രീറ്റി ആയിരുന്നു. ട്രീറ്റി ഓഫ് ടിയാസിൻ അഥവാ പീക്കിംഗ് ട്രീറ്റി. ഇനി തുറന്ന വാതിൽ നയം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അമേരിക്കയ്ക്ക് ചൈനയിൽ ഇടപെടാൻ അവസരം ഒരുക്കുക എന്നതായിരുന്നു ഈ തുറന്ന വാതിൽ നയത്തിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം. ഓക്കെ. അമേരിക്കയ്ക്ക് ചൈനയിൽ ഇടപെടാൻ വേണ്ടിയിട്ട് ഒരു അവസരം ഒരുക്കുക എന്നതായിരുന്നു തുറന്ന വാതിൽ നയത്തിൻ്റെ ഉദ്ദേശം. ആരാണ് കൊണ്ടുവന്നത്? ജോൺ ഹേ ആണ് കൊണ്ടുവന്നത്. ജോൺ ഹേ, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയായ ജോൺ ഹേ പ്രഖ്യാപിച്ച നയമാണ് തുറന്ന വാതിൽ നയം. ഓക്കെ. അപ്പം എല്ലാ ആളുകൾക്കും, എല്ലാ രാജ്യക്കാർക്കും ചൈനയിൽ പോയി ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഓപ്പൺ ഡോർ പോളിസിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ആരാണ്? അന്റോണിയോ ഗുട്രസ് ആണ്. അന്റോണിയോ ഗുട്രസ് ആണ് ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി. രണ്ടാം തവണയാണ് അന്റോണിയോ ഗുട്രസ് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ആകുന്നത്. ഇനി ആരാണ് ബാൻ കി മൂൺ? ബാൻ കി മൂൺ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ആകുന്ന രണ്ടാമത്തെ ഏഷ്യക്കാരനാണ് ബാൻ കി മൂൺ എന്ന് പറയുന്നത്. അപ്പം ഒന്നാമത്തെ ഏഷ്യക്കാരനാരാണ്? മ്യാൻമാറുകാരനായ യൂത്താണ്ടാണ് ഒന്നാമത്തെ ഏഷ്യക്കാരൻ. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആകുന്ന ഒന്നാമത്തെ ഏഷ്യക്കാരനാരാണ്? യൂത്താണ്ടും. രണ്ടാമത്തെ ഏഷ്യക്കാരനാണ് ബാൻ കി മൂണും. ഓക്കെ. യൂത്താണ്ടാണ് കൂടുതൽ കാലം ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായിട്ട് തുടർന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, തെക്കേ അമേരിക്കയ്ക്കും പസഫിക് ഫലകത്തിനും ഇടയിൽ കാണുന്ന ചെറിയ ഫലകം ഏതാണ്? ഓപ്ഷൻ ഡി നാസ്ക ഫലകമാണ്. നാസ്ക ഫലകം പുതിയൊരു ക്വസ്റ്റ്യൻ ആണ്. തെക്കേ അമേരിക്കയ്ക്കും പസഫിക് ഫലകത്തിനും ഇടയിൽ കാണുന്ന ചെറിയ ഫലകം ഏതാണ്? നാസ്ക ഫലകമാണ്. നാസ്ക ഫലകം. 7 മേജർ പ്ലേറ്റ്സും, അതായത് വലിയ ഫലകങ്ങൾ 7 പിന്നെ കുറച്ച് ചെറിയ ഫലകങ്ങളുമാണുള്ളത്. ഈ ചെറിയ ഫലകങ്ങളിനകത്ത് വരുന്നതാണ് ഈ നാസ്ക പ്ലേറ്റ്, അതേ കണക്ക് തന്നെ അറേബ്യൻ പ്ലേറ്റ്, കൊക്കോസ്, ഫിലിപ്പീൻസ് പ്ലേറ്റ്, ഇതൊക്കെ വരുന്നത് ചെറിയ ഫലകങ്ങളിനകത്താണ്. ഓക്കെ. ഏതൊക്കെയാണ്? നാസ്ക പ്ലേറ്റ്, കൊക്കോസ്, അറേബ്യൻ പ്ലേറ്റ്, അതേ കണക്ക് തന്നെ ഫിലിപ്പീൻ പ്ലേറ്റും വരുന്നത് ചെറിയ ഫലകങ്ങളിനകത്ത് വരുന്നതാണ് ഈ 4 ഓക്കെ. തെക്കേ അമേരിക്കയ്ക്കും പസഫിക് ഫലകത്തിനും ഇടയിൽ കാണുന്നതാണ് നാസ്ക പ്ലേറ്റ് എന്ന് പറയുന്നത്. നാസ്ക ഫലകം കാണുന്നത് എവിടെയാണ്? തെക്കേ അമേരിക്കയ്ക്കും പസഫിക് ഫലകത്തിനും ഇടയിലാണ് നാസ്ക പ്ലേറ്റ് കാണപ്പെടുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? നാസ്ക, കൊക്കോസ്, അറേബ്യൻ, ഫിലിപ്പീൻസ്, ഇതൊക്കെ മൈനർ പ്ലേറ്റ്സ് ആണ്, ചെറിയ ഫലകങ്ങളാണ്. അപ്പം മേജർ പ്ലേറ്റ്സ്, വലിയ ഫലകങ്ങൾക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണ്? പസഫിക് പ്ലേറ്റ്, അന്റാർട്ടിക് പ്ലേറ്റ്, സൗത്ത് അമേരിക്കൻ പ്ലേറ്റ്, നോർത്ത് അമേരിക്കൻ പ്ലേറ്റ്, ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ്, യുറേഷ്യൻ പ്ലേറ്റ്, ആഫ്രിക്കൻ പ്ലേറ്റ്. ഇത് 7 മേജർ പ്ലേറ്റ്സിനകത്ത് വരുന്നത്. ഏതൊക്കെയാണ്? പസഫിക് ഉണ്ട്, ആഫ്രിക്കൻ ഉണ്ട്, അന്റാർട്ടിക്കൻ ഉണ്ട്, യുറേഷ്യൻ ഉണ്ട്, ഇൻഡോ ഓസ്ട്രേലിയൻ ഉണ്ട്, സൗത്ത് അമേരിക്കൻ ഉണ്ട്, നോർത്ത് അമേരിക്കൻ ഉണ്ട്. ഇത് ഇത്രയും മേജർ പ്ലേറ്റ്സിൻ്റെ പേരാണ്. പസഫിക് പ്ലേറ്റ്, ആഫ്രിക്കൻ പ്ലേറ്റ്, അന്റാർട്ടിക് പ്ലേറ്റ്, സൗത്ത് അമേരിക്കൻ പ്ലേറ്റ്, നോർത്ത് അമേരിക്കൻ പ്ലേറ്റ്, ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ്, യുറേഷ്യൻ പ്ലേറ്റ്. ഇത് ഇത്രയും
മേജർ പ്ലേറ്റ്സിന് ഉദാഹരണങ്ങളാണ്. ഇനി മൈനർ പ്ലേറ്റ്സിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? നാസ്കയുണ്ട്, കൊക്കോസ്, അറേബ്യൻ പ്ലേറ്റ്സ്, ഫിലിപ്പീൻസ് പ്ലേറ്റ്. ഓക്കെ, അടുത്ത ചോദ്യം, പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മണിപ്പൂരിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? ലോക്താക് തടാകമാണ്. ലോക്താക് തടാകം പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മണിപ്പൂരിലെ ഏറ്റവും വലിയ തടാകമാണ് ലോക്താക് തടാകം. ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഭാഗത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ലോക്താക് തടാകം. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? വൂളാർ തടാകമാണ്. ജമ്മു കാശ്മീരിലെ വൂളാർ തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. എന്നാൽ വടക്ക് കിഴക്കൻ ഭാഗത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ലോക്താക് തടാകം. ലോകത്തിലെ ഏക ഒഴുകുന്ന തടാകവും ലോക്താക് തടാകമാണ്. ഓക്കെ, ഇനി ലോക്താക് തടാകം സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിലെ ബിഷ്ണുപൂർ ജില്ലയിലാണ്. ബിഷ്ണുപൂർ ജില്ലയിൽ ലോകത്തിലെ ഒരേ ഒരു ഒഴുകുന്ന ദേശീയ ഉദ്യാനമുള്ളത് ഏതാണ്? ലോക്താക് തടാകത്തിലെ ഖേബുൾ ലഞ്ചാവോ ആണ്. ഖേബുൾ ലഞ്ചാവോ സാങ്കായ് മാനുകൾക്ക് പേരുകേട്ട ദേശീയോദ്യാനമാണ് ഖേബുൾ ലഞ്ചാവോ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? വൂളാർ തടാകമാണ്. വൂളാർ തടാകം. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? ചിൽക്ക തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? ചിൽക്ക തടാകമാണ്. ചിൽക്ക തടാകം. ജുവൽ ഇൻ ദ ക്രൗൺ ഓഫ് കാശ്മീർ എന്നറിയപ്പെടുന്നത് ദാൽ തടാകത്തെയാണ്. ജുവൽ ഇൻ ദ ക്രൗൺ ഓഫ് കാശ്മീർ എന്നറിയപ്പെടുന്നത് ദാൽ തടാകത്തെയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റ് ഏതാണ്? പശ്ചിമവാതങ്ങളാണ്. പശ്ചിമവാതങ്ങൾ. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റ് ഏതാണ്? പശ്ചിമവാതങ്ങളാണ്. പശ്ചിമവാതങ്ങൾ. എന്നാൽ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന വാതകം ഏതാണ്? വാണിജ്യവാദമാണ്. വാണിജ്യവാദം. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീഴുന്നതാണെങ്കിൽ വാണിജ്യവാദമാണ്. വാണിജ്യവാദം. ഓക്കെ, കാലികവാദങ്ങൾ എന്താണ്? സീസണൽ വിൻഡ്സ് അല്ലെ, ഋതുഭേദങ്ങൾക്കനുസരിച്ച് ദിശ മാറുന്ന കാറ്റുകളെയാണ് കാലികവാദങ്ങൾ എന്ന് പറയുന്നത്. മൺസൂൺ കാറ്റുകളൊക്കെ അതിന് ഉദാഹരണമാണ്. ഇനി അടുത്ത ചോദ്യം, പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? ആഗ്നേയശിലകളെയാണ് പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത്. ശിലകളുടെ മാതാവ് പ്രാഥമിക ശില എന്നൊക്കെ അറിയപ്പെടുന്നത് ആഗ്നേയശിലകളെയാണ്. ഓക്കെ, ലാവ പുറത്ത് ഒഴുകി വന്ന് രൂപപ്പെടുന്ന ശിലകളാണ് ആഗ്നേയശിലകൾ. ഗ്രാനൈറ്റ്, ഗാബ്രോ, ബസാൾട്ട് എല്ലാം ആഗ്നേയശിലകൾക്ക് ഉദാഹരണമാണ്. ഇനി അവസാദ ശിലകൾ ഏതാണ്? അവസാദങ്ങൾ അടിഞ്ഞുകൂടി ഡെപ്പോസിറ്റ് ചെയ്ത് ലെയറായിട്ട് കാണുന്ന ശിലകളാണ് അവസാദ ശിലകൾ എന്ന് പറയുന്നത്. ഓക്കെ, ചുണ്ണാമ്പ് കല്ല്, മണൽക്കല്ലൊക്കെ അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ്. ഇനി കായാന്തരിത ശിലകളാണെങ്കിലോ പ്രഷറും ടെമ്പറേച്ചറും കാരണം കെമിക്കൽ പ്രോസസ്സിന് വിധേയമായി വരുന്ന ശിലകളെയാണ് കായാന്തരിത ശിലകൾ എന്ന് പറയുന്നത്. മാർബിൾ, സ്ലേറ്റൊക്കെ കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ്. ഓക്കെ, അടുത്ത ചോദ്യം, കേരളത്തിൽ ചീനക്കളിമണ്ണിന് പ്രസിദ്ധമായ സ്ഥലം ഏതാണ്? ഓപ്ഷൻ ഡി, കുണ്ടറ. കുണ്ടറയാണ് ചീനക്കളിമണ്ണിന് പ്രസിദ്ധമായ സ്ഥലം. ദേശീയ ഗ്രാമീണ വികസന ബാങ്ക് നിലവിൽ വന്ന വർഷം ഏത്? 1982. ഏതാണ്? നബാർഡാണ്. നബാർഡ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നാണ് വന്നത്. 1982 ജൂലൈ 12 ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് നിലവിൽ വന്നത്. ആസ്ഥാനം എവിടെയാണ്? മുംബൈയാണ്. മുംബൈ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ധവള വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്ഷീരോത്പാദനവുമായി ബന്ധപ്പെട്ടതാണ് ധവള വിപ്ലവം. മുട്ട ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടത് ഏതാണ്? രജത വിപ്ലവമാണ്. മത്സ്യ ഉൽപ്പാദനവുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ നീല വിപ്ലവമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? 4ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം നടന്നത്. ഇന്ദിരാഗാന്ധി വി ഗിരി ഗവൺമെൻറ് ആയിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്നത്. 50 കോടി രൂപയിൽ കൂടുതൽ ആസ്തിയുള്ള ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. 1969 ജൂലൈ 19 ഒന്നാം ബാങ്ക് ദേശസാൽക്കരണം നടന്നത്. 14 ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. ഇനി രണ്ടാം ബാങ്ക് ദേശസാൽക്കരണം നടന്നത് 1980 ഏപ്രിൽ 15 അന്ന് 6 ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. ഇന്ദിരാഗാന്ധി നീലം സഞ്ജീവ് റെഡ്ഡി ഗവൺമെൻറ് ആയിരുന്നു അന്നുണ്ടായിരുന്നത്. 200 കോടി രൂപയിലധികം ആസ്തിയുള്ള ബാങ്കുകളെയാണ് രണ്ടാം ദേശസാൽക്കരണ സമയത്ത് ദേശസാൽക്കരിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം, നീതി ആയോഗിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ആരാണ്? പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ. ആരാണ് CEO? BVR സുബ്രഹ്മണ്യനാണ് നിലവിലെ CEO എന്ന് പറയുന്നത്. ഓക്കെ, 1991 ഉദാരവൽക്കരണ നയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ സി, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക. അതാണ് ഉദാരവൽക്കരണ നയങ്ങളിൽ ഉൾപ്പെടാത്തത്. അതെന്താണ്? പ്രൈവറ്റൈസേഷനാണ്, സ്വകാര്യവൽക്കരണമാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക. ബാക്കി ഉദാരവൽക്കരണത്തിൽ പെടുന്നത് ഏതൊക്കെയാണ്? ഇറക്കുമതിയിലും കയറ്റുമതിയിലുമുള്ള അളവുപരമായ നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കുക, വ്യവസായ മേഖലയിലെ നിയന്ത്രണങ്ങൾ നീക്കുക, വിദേശ കറൻസിയുമായി താരതമ്യം ചെയ്ത് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറയ്ക്കുക.
അടുത്ത ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി നിയമിതനായത് ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. സഞ്ജയ് മൽഹോത്ര 26ാമത് ഗവർണർ സഞ്ജയ് മൽഹോത്ര. 25ാമത് ഗവർണർ ആരായിരുന്നു? ശക്തികാന്ത ദാസ് ആയിരുന്നു. ശക്തികാന്ത ദാസ്. 2024 ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ 69ാമത് അംഗമായ രാജ്യം ഏത്? ആരാണ്? ഇസ്രായേലാണ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ 69ാമത് അംഗമായത്. എവിടെയാണ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം? ഫിലിപ്പീൻസിലാണ് അല്ലേ? മാനില ഫിലിപ്പീൻസിലാണ്. ഇനി ഏഷ്യ പസഫിക് മേഖലയിൽ നിന്നും എത്ര രാജ്യങ്ങളുണ്ട്? 49 രാജ്യങ്ങളാണ് ഏഷ്യ പസഫിക് മേഖലകളിൽ നിന്നും ഉള്ളത്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിലെ 4ാമത്തെ ഓഹരി ശക്തിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ പഞ്ചായത്ത് രാജിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1, 2, 4 ശരി. പഞ്ചായത്ത് രാജ് വ്യവസ്ഥ ഇന്ത്യയിൽ നിലവിൽ വന്നത് 73ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ്. പഞ്ചായത്ത് രാജിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ 40 പാർട്ട് 4 ആണ്. ആർട്ടിക്കിൾ 40 പാർട്ട് 4 ആണ്. ഓക്കെ. പഞ്ചായത്ത് രാജ് ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 24 ഏപ്രിൽ 24. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്തയാണ്. ബൽവന്ത് റായ് മേത്ത. ഓക്കെ. എന്നാൽ പഞ്ചായത്ത് രാജ് കൊണ്ടുവന്നത് ആരാണ്? റിപ്പൺ പ്രഭുവാണ് പഞ്ചായത്ത് രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്തയാണ്. ഓക്കെ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ സുവർണ്ണ ത്രികോണം എന്നറിയപ്പെടുന്ന 3 ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 21. എന്താണ് ആർട്ടിക്കിൾ 14? നിയമത്തിന് മുന്നിൽ സമത്വമാണല്ലേ ആർട്ടിക്കിൾ 14. തുല്യ നിയമ സംരക്ഷണം, നിയമത്തിന് മുന്നിൽ സമത്വമാണ് ആർട്ടിക്കിൾ 14. മൗലിക സ്വാതന്ത്ര്യങ്ങൾ, 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ആർട്ടിക്കിൾ 19. ആർട്ടിക്കിൾ 21 ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യമൊക്കെ വരുന്നത് ആർട്ടിക്കിൾ 21. ഓക്കെ. അപ്പം ആർട്ടിക്കിൾ 14, 19, 21 സുവർണ്ണ ത്രികോണം എന്ന് അറിയപ്പെടുന്നത്. ഇനി അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദാക്കാൻ പറ്റാത്ത ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 20ഉം 21 അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദാക്കാൻ പറ്റാത്ത ആർട്ടിക്കിൾ. ഓക്കെ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഗവൺമെൻറ്റിൻ്റെ അവശിഷ്ടാധികാരത്തിൽ പെടുത്താവുന്നത് ഏതാണ്? സൈബർ നിയമങ്ങളാണ്. സൈബർ നിയമങ്ങൾ ആർട്ടിക്കിൾ 248 പ്രകാരമുള്ള സൈബർ നിയമങ്ങളാണ് അവശിഷ്ടാധികാരത്തിൽ പെടുത്താവുന്നത്. ഓക്കെ. എവിടെ നിന്നാണ് കടമെടുത്തത്? കാനഡയിൽ നിന്നാണ് നമ്മൾ സൈബർ നിയമ അവശിഷ്ടാധികാരം കടമെടുത്തത്. ഓക്കെ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലുണ്ടായിരുന്ന ഏക ദളിത് വനിത ആരായിരുന്നു? ദാക്ഷായണി വേലായുധനാണ് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലുണ്ടായിരുന്ന ഏക ദളിത് വനിത. ഏത് പ്രസിഡൻസിയെ റെപ്രസെൻ്റ് ചെയ്താണ് വന്നത്? മദ്രാസ് പ്രസിഡൻസിയെ റെപ്രസെൻ്റ് ചെയ്താണ് ദാക്ഷായണി വേലായുധൻ വന്നത്. മറ്റ് സ്ത്രീകൾ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്ന? മലയാളി സ്ത്രീകൾ അമ്മു സ്വാമിനാഥൻ, ആനി മസ്കറിൻ, ദാക്ഷായണി വേലായുധൻ. ഇവർ 3 പേരുമായിരുന്നു മലയാളി പ്രാതിനിധ്യം. ഓക്കെ. ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് പൗരത്വം നഷ്ടമാകുന്ന 3 രീതികൾ ഏതെല്ലാമാണ്? ഏതൊക്കെയാണ്? 1, 2, 4 ഏതൊക്കെയാണ്? പരിത്യാഗം, പൗരത്വാപഹരണം, നിർത്തലാക്കൽ. ഓക്കെ. പരിത്യാഗം, പൗരത്വാപഹരണം, നിർത്തലാക്കൽ. പൗരത്വത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. പാർട്ട് 2ലാണ് പ്രതിപാദിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന പദവി അടുത്തിടെ കരസ്ഥമാക്കിയത് ആര്? ഓപ്ഷൻ സി, ഡി ഗുഗേഷ് ആണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന പദവി കരസ്ഥമാക്കിയത്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാർ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാർ. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ഷാജഹാനാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ. സംസ്ഥാനത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? രത്തൻ യു ഖേൽക്കർ. കേരളത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾക്ക് നിലവിൽ നൽകുന്ന ക്ഷേമ പെൻഷൻ എത്ര രൂപയാണ്? ഓപ്ഷൻ സി, 1600 രൂപ. ചോദ്യം 28, താഴെ പറയുന്ന പ്രസ്താവനകളിൽ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? 1 മാത്രമാണ് ശരി. കേരള സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പണം സംഭരിക്കാനുള്ള ഒരു സംവിധാനമാണ് കിഫ്ബി. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ബാങ്കാണ് അല്ലേ കിഫ്ബി എന്ന് പറയുന്നത്. ഇനി സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് കിഫ്ബി ചെയർമാനാണോ? അല്ല. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ് കിഫ്ബി ചെയർമാൻ. നിലവിലെ കിഫ്ബി സിഇഒ ആരാണ്? സിഇഒ KM എബ്രഹാം ആണ്. നിലവിലെ കിഫ്ബി സിഇഒ ആരാണ്? KM എബ്രഹാം ആണ്. അടുത്ത ചോദ്യം, 2025 വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായുള്ള വിവരാവകാശ അപേക്ഷ നൽകുമ്പോൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ഉൾപ്പെടുന്ന വിഭാഗങ്ങളിലെ വ്യക്തികൾ എത്ര രൂപ ഫീസായി നൽകണം? അവർക്ക് ഫീസില്ല. ഓപ്ഷൻ ഡി ആണ്, അവർക്ക് ഫീസില്ല. എന്നാൽ സ്പെഷ്യലായിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അഡീഷണലായിട്ട് അറിയണമെങ്കിൽ അവർ ഫീസ് കൊടുക്കേണ്ടി വരും. ബേസിക് ഇൻഫർമേഷൻ ആണെങ്കിൽ ഫീസ് കൊടുക്കേണ്ടതായിട്ടില്ല. ഓക്കെ. അടുത്ത ചോദ്യം, സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ബി, മുഖ്യമന്ത്രിയാണ് സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ.
ചോദ്യം 31. താഴെ പറയുന്ന പ്രസ്താവനകളിൽ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ സി 1, 3 മാത്രം. സംസ്ഥാന തലത്തിൽ സമഗ്രമായ ആസൂത്രണം നടപ്പിൽ വരുത്തുന്നതിൻ്റെ ഭാഗമായി കേരളത്തിൽ 1967 രൂപം നൽകിയതാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ്. അപ്പം എന്നാണ് രൂപം നൽകിയത് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്? 1967. ഓക്കെ. ഇനി ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിൻ്റെ മുന്നോടിയായി എല്ലാ വർഷവും ബജറ്റ് അവതരണത്തിന് മുമ്പ് സംസ്ഥാന നിയമസഭയിൽ സമർപ്പിക്കുന്ന രേഖയാണ് കേരള എക്കണോമിക് റിവ്യൂ. ഇപ്പോൾ ബഡ്ജറ്റിന് മുമ്പായിട്ട് ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന റിപ്പോർട്ടാണ് എന്ത്? കേരള എക്കണോമിക് റിവ്യൂ എന്ന് പറയുന്നത്. ആരാണ് അധ്യക്ഷൻ? ചീഫ് മിനിസ്റ്ററാണ് അധ്യക്ഷൻ. ഓക്കെ. ഇനി 2021 നിലവിൽ വന്നത് എത്രാമത്തെ കേരള നിയമസഭയാണ്? 15ാം നിയമസഭയാണ് 2021 നിലവിൽ വന്നത്. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച ആപ്ലിക്കേഷൻ ഏതാണ്? ഓപ്ഷൻ ബി കെ സ്മാർട്ട്. ഓക്കെ. അടുത്ത ചോദ്യം. ഒരു പാരിസ്ഥിതിക സമൂഹത്തിൻ്റെ പ്രവർത്തനത്തെയും വൈവിധ്യത്തെയും ബാധിക്കുന്ന ഒരു പ്രത്യേക ജീവിയുടെ നഷ്ടം ഒരു ആവാസ വ്യവസ്ഥയെ ജീർണിക്കാൻ കാരണമായേക്കും എന്ന് വിശദീകരിക്കുന്ന സിദ്ധാന്തം ഏതാണ്? ഒരു പ്രത്യേക പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ജീവികളുടെ നഷ്ടം ആ എക്കോസിസ്റ്റത്തിനെ തന്നെ നശിക്കാൻ കാരണമായേക്കും എന്ന് പറയുന്ന സിദ്ധാന്തം, പ്രിൻസിപ്പിൾ ഏതെന്നാണ് ചോദിക്കുന്നത്? റിവറ്റ് പോപ്പർ സിദ്ധാന്തമാണ്. എന്താണ്? റിവറ്റ് പോപ്പർ സിദ്ധാന്തം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതുവരെ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ലാത്തൊരു ക്വസ്റ്റ്യനാണ്. എന്താണ്? റിവറ്റ് പോപ്പർ സിദ്ധാന്തം. ഒരു പ്രത്യേക സ്പീഷ്യസിൻ്റെ നശീകരണത്തിന് നഷ്ടം ആവാസ വ്യവസ്ഥയെ തന്നെ ഇല്ലാതാക്കുമെന്ന് പറയുന്ന സിദ്ധാന്തം ഏതാണ്? റിവറ്റ് പോപ്പർ സിദ്ധാന്തമാണ്. ഓക്കെ. അടുത്ത ചോദ്യം. HIV അണുബാധയെ നിയന്ത്രിക്കുന്നതിനും തടയുന്നതിനുമായി വികസിപ്പിച്ചെടുത്ത ചികിത്സാ രീതി താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി ആൻറ്റി റിട്രോവൈറൽ തെറാപ്പിയാണ്. ഓക്കെ. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പിൻ്റെ പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി ഉണർവ്. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പിൻ്റെ പദ്ധതിയാണ് ഉണർവ്. അടുത്ത ചോദ്യം. ഫംഗസിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന രോഗപ്രതിരോധ മരുന്ന് ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ് താഴെ പറയുന്നവയിൽ ഏതാണ്? സൈക്ലോസ്പോറിനാണ്. സൈക്ലോസ്പോറിൻ എ ആണ് ഫംഗസിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന രോഗപ്രതിരോധ മരുന്ന്. ഏതാണ്? സൈക്ലോസ്പോറിൻ എ. അടുത്ത ചോദ്യം. ബാക്ടീരിയകളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ഫാഗോസൈറ്റോസിസ് ശ്വേതരക്താണുക്കൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? 1, 2, 4 ന്യൂട്രോഫിൽ, മോണോസൈറ്റ്, മാക്രോഫേജസ്. ഇത് 3 ബാക്ടീരിയകളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ശ്വേതരക്താണുക്കൾ. ഏതൊക്കെയാണ്? ന്യൂട്രോഫിൽ, മോണോസൈറ്റ്, മാക്രോഫേജസ്. ബേസോഫിൽ എന്താണ്? കെമിക്കൽസിനെ ഉത്തേജിപ്പിക്കുന്ന ക്ഷേതരക്താണുവാണ് ബേസോഫിൽ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വന്യജീവി സങ്കേതം ഏതാണ്? കരിമ്പുഴ വന്യജീവി സങ്കേതം. കേരളത്തിൽ 18ാമതായി വന്ന വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം. മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. കരിമ്പുഴ വന്യജീവി സങ്കേതവുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം ഏതാണ്? മുക്കുർത്തി ദേശീയോദ്യാനമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതമായി അതിർത്തി പങ്കിടുന്നത്. ഓക്കെ. പന്നിമൂക്കൻ തവളകൾക്ക് പ്രശസ്തമാണ് ഈ കരിമ്പുഴ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 2024 വൈദ്യശാസ്ത്രം ഏതാണ്? 1, 2 മൈക്രോ RNA കണ്ടുപിടുത്തത്തിനായിരുന്നു. പിന്നെ ജീൻ പ്രവർത്തനം ശരീരത്തിൽ ക്രമപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കുന്നതിന് വേണ്ടിയുമായിരുന്നു. വൈദ്യശാസ്ത്രത്തിനുള്ള 2024 നോബൽ പ്രൈസ്. അപ്പം 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് നമുക്ക് നോക്കിയാലോ? 2025 പെരിഫറൽ ഇമ്മ്യൂണോ ടോളറൻസിൻ്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട് മേരി ഇ ബ്രങ്കോ, ഫ്രെഡ് റാംസൽ, ഷിമോൺ സഗാഗുച്ചി എന്നിവർക്കാണ് വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയത്. ആർക്കൊക്കെയാണ്? മേരി ഇ ബ്രങ്കോ, ഫ്രെഡ് റാംസൽ, ഷിമോൺ സഗാഗുച്ചിക്കായിരുന്നു. ഇതിനാണ് പെരിഫറൽ ഇമ്മ്യൂണോ ടോളറൻസിൻ്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട്. ഓക്കെ. അടുത്ത ചോദ്യം. ആട്ടിടയന്മാരുടെ താഴ്വര വാലി ഓഫ് ഷെപ്പേർഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? ഓപ്ഷൻ സി പെഹൽഗാമാണ് ആട്ടിടയന്മാരുടെ താഴ്വര എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ. സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നുവിടുമ്പോൾ ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്ന പ്രകാശവർണ്ണം ഏതാണ്? വയലറ്റ്. വിസരണം കൂടുതൽ ഏതിനാണ്? വയലറ്റിനാണ്. കുറവ് ഏതിനാണ്? റെഡ്. ഒരു വസ്തുവിനെ തിരശ്ചീന ദിശയിൽ തറയിലൂടെ ചലിപ്പിക്കുകയോ ചെയ്യുന്ന പ്രവൃത്തി ഏത് ബലത്തിനെതിരെയാണ്? ഘർഷണ ബലത്തിനെതിരെയാണ്. ഒരു വസ്തുവിനെ തിരശ്ചീന ദിശയിൽ തറയിലൂടെ ചലിപ്പിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ഏത് ബലത്തിനെതിരെയാണ്? ഘർഷണ ബലത്തിനെതിരെയാണ്.
ശബ്ദം പരമാവധി വേഗതയിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണ്? ഖരമാണ്. ഖരത്തിലൂടെയാണ് ശബ്ദം പരമാവധി വേഗതയിൽ സഞ്ചരിക്കുന്നത്. ഓക്കെ. 2025 നവംബർ മാസത്തിൽ നടക്കുന്ന G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? 2025 നവംബർ മാസത്തിൽ നടന്നതാണ്. ആരായിരുന്നു? സൗത്ത് ആഫ്രിക്കയായിരുന്നു. സൗത്ത് ആഫ്രിക്ക. ഓക്കെ. 2025 G20 ഉച്ചകോടി എവിടെ വെച്ചായിരുന്നു? സൗത്ത് ആഫ്രിക്കയിൽ വെച്ചായിരുന്നു. 2026 ആണെങ്കിലോ അമേരിക്കയെ വെച്ചിട്ടാണ്. അമേരിക്കയെ വെച്ചിട്ട്. 2027 UK-യിലും 2028 സൗത്ത് കൊറിയയിൽ വെച്ചിട്ടുമാണ് G20 ഉച്ചകോടി നടക്കുന്നത്. ഓക്കെ. ഇനി 46 ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധത്തിനായി ഇന്ത്യ ഉപയോഗിച്ച സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന പ്രതിരോധ സംവിധാനത്തിന്റെ പേര് എന്താണ്? ഓപ്ഷൻ സി S-400 ട്രയംഫ് ആണ്. എന്താണ്? S-400 ട്രയംഫ് ആണ്. സുദർശന ചക്ര S-400 ട്രയംഫ്. ആരുടെ നിന്നാണ് നമ്മൾ വാങ്ങിച്ചത്? റഷ്യയിൽ നിന്നുമുള്ള പ്രതിരോധ സംവിധാനമാണ് എന്ത്? സുദർശൻ ചക്ര S-400 ട്രയംഫ് എന്ന് പറയുന്നത്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട 2 വനിതാ ഉദ്യോഗസ്ഥരുടെ പേര് ഒരു PYQ-ആണ്. ആരൊക്കെയായിരുന്നു? സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗുമായിരുന്നു. കേണൽ സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗും. ഓക്കെ. അടുത്ത ചോദ്യം. ശുദ്ധജലത്തിലേക്ക് ഏതാനും തുള്ളി വിനാഗിരി ഒഴിച്ചാൽ ആ ലായനിയുടെ pH മൂല്യം എന്താകും? കുറയും. ശുദ്ധജലത്തിലേക്ക് ഏതാനും തുള്ളി വിനാഗിരി ഒഴിച്ചു കഴിഞ്ഞാൽ ആ ലായനിയുടെ pH മൂല്യം എന്താകും? കുറയും. ഓക്കെ. അറ്റോമിക സംഖ്യ 20 മൂലകം ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ പെടുന്നു? S ബ്ലോക്കിലാണ് വരുന്നത്. സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നോക്കുമ്പോൾ നമുക്കറിയാം അല്ലേ? S ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത്. ഇനി അമോണിയയുടെ തന്മാത്രാ ഭാരം 17 ആണെങ്കിൽ 34 ഗ്രാം അമോണിയ വാതകം STPയിൽ എത്ര വ്യാപ്തം എടുക്കും? ഓപ്ഷൻ ഡി 44.8 ആണ്. 34/7 × 22.4 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. എത്രയാണ്? 44.8. ചോദ്യം 50. താഴെ പറയുന്നവയിൽ ഏത് ആസിഡാണ് സ്വർണ്ണാഭരണങ്ങൾ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നത്? ഏത് ആസിഡാണ്? നൈട്രിക് ആസിഡാണ്. നൈട്രിക് ആസിഡ്. സ്വർണ്ണാഭരണങ്ങൾ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? നൈട്രിക് ആസിഡ്. 2024 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഡേവിഡ് ബേക്കറിന് ലഭിച്ചത് എന്തിനാണ്? കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ്റെ രൂപകൽപ്പനയ്ക്കാണ് 2024 കെമിസ്ട്രിക്കുള്ള നോബൽ പ്രൈസ് കിട്ടിയത്. വേറെ 2 പേർക്കും കൂടെ കിട്ടിയായിരുന്നല്ലോ. ആർക്കൊക്കെയായിരുന്നു? ഡേവിഡ് ബേക്കറിനും ജോൺ ജംബറിനും ഡെമിസ് ഹസാബിസിനുമായിരുന്നു 2024 കെമിസ്ട്രിക്കുള്ള നോബൽ പ്രൈസ് കിട്ടിയത്. ഇനി 2025 ആണെങ്കിലോ മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കിൻ്റെ കണ്ടുപിടുത്തത്തിന് വേണ്ടിയിട്ട് ഒമറം യാഗി, സുസുമോ കിറ്റോഗാവ, റിച്ചാർഡ് റോബിൻസൺ ഇവർക്ക് 3 പേർക്കുമാണ് 2025 നോബൽ പ്രൈസ് കിട്ടിയത്. ഒമറം യാഗി, സുസുമോ കിറ്റോഗാവ, റിച്ചാർഡ് റോബിൻസൺ. ഓക്കെ. ഇപ്പോൾ നോബൽ പ്രൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നോക്കിയിട്ട് പോവുക. 2 ക്വസ്റ്റ്യൻ ഉണ്ട് നോബൽ പ്രൈസിൽ നിന്ന്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പം ആർക്കൊക്കെയാണ് കെമിസ്ട്രിക്കുള്ള നോബൽ പ്രൈസ് കിട്ടിയത്? ഒമറം യാഗി, സുസുമോ കിറ്റോഗാവ, റിച്ചാർഡ് റോബിൻസൺ. മെറ്റാലിക് ഓർഗാനിക് ഫ്രെയിംവർക്കിൻ്റെ കണ്ടുപിടുത്തത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. കെമിസ്ട്രിക്ക് ആർക്കൊക്കെയായിരുന്നു? മെഡിസിൻ ആർക്കൊക്കെയായിരുന്നു? വൈദ്യശാസ്ത്രത്തിന് മേരി ഇ ബിറങ്കോവ്, ഫ്രെഡ് റാംസൽ, ഷിമോൺ സഗാഗുച്ചി ഇവർക്ക് 3 പേർക്കുമായിരുന്നു മെഡിസിനുള്ള നോബൽ കിട്ടിയത്. പെരിഫറൽ ഇമ്മ്യൂണോ ടോളറൻസിൻ്റെ കണ്ടുപിടുത്തത്തിനായിരുന്നു. ഫ്രെഡ് റാംസൽ, മേരി ഇബ്രൻകോവ്, ഷിമോൺ സഗാഗുച്ചിക്ക്. കെമിസ്ട്രിക്കാണെങ്കിൽ ഒമറം യാഗി, സുസുമോ കിറ്റോഗാവ, റിച്ചാർഡ് റോബിൻസൺ. ഓക്കെ. അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ അനുഷ്ഠാന കല അല്ലാത്തത് ഏതാണ്? കൂടിയാട്ടമാണ് അനുഷ്ഠാന കല അല്ലാത്തത്. തെയ്യം, മുടിയേറ്റ്, പടയണി ഇത് 3 അനുഷ്ഠാന കലകളാണ്. കൂടിയാട്ടം അനുഷ്ഠാന കല അല്ല. കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? GV രാജ. GV രാജയാണ് കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ്. ഇപ്പോഴത്തെ ആരാണ്? യൂഷറഫ് അലിയാണ്. യൂഷറഫ് അലി. എന്നാണ് കേരള സ്പോർട്സ് കൗൺസിൽ സ്ഥാപിതമായത്? 1954 കേരള സ്പോർട്സ് കൗൺസിൽ സ്ഥാപിതമായത്. അടുത്ത ചോദ്യം. തിക്കോടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഓപ്ഷൻ ബി കുഞ്ഞനന്ദൻ നായരാണ്. തിക്കോടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? കുഞ്ഞനന്ദൻ നായരാണ്. കുഞ്ഞനന്ദൻ നായർ. ഓക്കെ. അടുത്തത് ഒരു കവിതയാണ്. താരുതുമാമക ഹൃദയം വീണത് ചേരട്ടെ നിൻ തൃച്ചേവടിയിൽ പാപശിലാകൂടത്തിനുയരാം കാരുണ്യത്തിൻ തൃച്ചേവടിയിൽ. ഈ വരികളുടെ കർത്താവ്, കൃതി എന്നിവ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ നിന്നും ശരിയുത്തരം തിരഞ്ഞെടുക്കുക. ഏതാണ്? സുഗതകുമാരിയുടെ ഇരുൾ ചിറകുകൾ എന്ന കവിതയിൽ നിന്നെടുത്ത ഭാഗമാണിത്. സുഗതകുമാരിയുടെ ഇരുൾ ചിറകുകൾ. താരുതുമാമക ഹൃദയം എന്ന് പറയുന്ന വരി. ഓക്കെ. അടുത്തത്. കേരള സംഗീത അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. ഓക്കെ. മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാണ് കേരള സംഗീത അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് നേടിയ ഓൾ വി ഇമാജിൻ ഇസ് ലൈറ്റ് എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ആരാണ്? പായൽ കബാഡിയാണ്. പായൽ കബാഡിയ. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ഓക്കെ. 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രിക്സ് കിട്ടിയായിരുന്നു പായൽ കബാഡിയ.
2023 സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹമായ രൗദ്രസാത്വികത്തിൻ്റെ കർത്താവ് ആരാണ്? പ്രഭാവർമ്മയാണ്. പ്രഭാവർമ്മ 2023 33ാമത് സരസ്വതി സമ്മാനമാണ് പ്രഭാവർമ്മയ്ക്ക് കിട്ടിയത് രൗദ്ര സാത്വികം എന്ന കൃതിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, സരസ്വതി സമ്മാൻ കിട്ടുന്ന 4ാമത്തെ മലയാളിയാണ് പ്രഭാവർമ്മ. വേറെ ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്? ബാലാമണി അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ട്, സുഗതകുമാരിക്ക് കിട്ടിയിട്ടുണ്ട്, പിന്നെ അയ്യപ്പ പണിക്കർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം, ഡാഷിന് ഉദാഹരണമാണ് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ. എന്താണ്? ഒരു യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ. ഒരു യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ. HDMIയുടെ പൂർണ്ണരൂപം ഏത്? ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ് ആണ് HDMI എന്ന് പറയുന്നത്. ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ്. 61, ജിംബിൽ ഒരു അനിമേഷനെ സേവ് ചെയ്യാൻ അതിനെ ഡാഷ് ഫോർമാറ്റിൽ സേവ് ചെയ്യണം. ഏതാണ്? GIF ഫോർമാറ്റിലാണ് ജിംബിൽ ഒരു അനിമേഷനെ സേവ് ചെയ്യുന്നത്. ഏതാണ്? GIF ഫോർമാറ്റിൽ. ജിംബിൽ ഒരു അനിമേഷനെ സേവ് ചെയ്യാൻ GIF ഫോർമാറ്റിൽ സേവ് ചെയ്യണം. ഓക്കെ, ഇമേജ് ആണെങ്കിലോ .jpg ആണ് ഇമേജ് ആണെങ്കിൽ. ഓക്കെ, ഇനി താഴെ പറയുന്നവയിൽ വെബ് ബ്രൗസർ അല്ലാത്തത് ഏതാണ്? ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിനാണ്, വെബ് ബ്രൗസർ അല്ല. ഓക്കെ, അപ്പം വെബ് ബ്രൗസറിൽ പെടുന്ന ഏതൊക്കെയാണ്? മൊസില്ല ഫയർഫോക്സ്, DuckDuckGo, ഡോൾഫിൻ. ഇത് 3ഉം വെബ് ബ്രൗസറാണ്. അറിഞ്ഞുകൂടാത്തത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ടേക്ക്. ഡോൾഫിനൊക്കെ വെബ് ബ്രൗസറാണെന്നുള്ളത്. മൊസില്ല ഫയർഫോക്സ്, DuckDuckGo, ഡോൾഫിൻ, ഇത് 3ഉം വെബ് ബ്രൗസറാണ്. അടുത്ത ചോദ്യം, സ്മാർട്ട് ഹോം ഉപകരണങ്ങളെ ബന്ധിപ്പിക്കാനും നിയന്ത്രിക്കാനും മൊബൈൽ ഉപകരണങ്ങളെ പ്രാപ്തമാക്കുന്ന സാങ്കേതിക വിദ്യ എന്താണ്? ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആണ്. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, IoT, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആണ് സ്മാർട്ട് ഹോം ഉപകരണങ്ങളെ ബന്ധിപ്പിക്കാനും നിയന്ത്രിക്കാനും മൊബൈൽ ഉപകരണങ്ങളെ പ്രാപ്തമാക്കുന്ന സാങ്കേതിക വിദ്യ. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂളുകളുടെ എണ്ണം എത്രയാണ്? 2 ഷെഡ്യൂളുകളാണ് വിവരാവകാശ നിയമത്തിലുള്ളത്. ഓക്കെ, 2 ഷെഡ്യൂള്, 6 അധ്യായം, 6 ചാപ്റ്റർ, 31 സെക്ഷൻ. വിവരാവകാശ നിയമത്തിൽ എങ്ങനെയാണുള്ളത്? 2 ഷെഡ്യൂള്, 6 ചാപ്റ്റർ, 31 സെക്ഷൻ. ഇതാണ് വിവരാവകാശ കമ്മീഷനിൽ ഉള്ളത്. ഓക്കെ, 2 ചാപ്റ്റർ, 2 ഷെഡ്യൂള്, 6 ചാപ്റ്റർ, 31 സെക്ഷൻ, 31 വകുപ്പ്. ഓക്കെ, അടുത്തത്, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 എത്ര വകുപ്പുകളുണ്ട്? 107 വകുപ്പുകളാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 107 വകുപ്പുകൾ, 8 അധ്യായം. ഓക്കെ, 107 വകുപ്പുകളും 8 അധ്യായവുമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ ഉള്ളത്. ഗാർഹിക പീഡന നിരോധന നിയമം പാസ്സാക്കിയത് എന്നാണ്? 2005 സെപ്റ്റംബർ 13 ഗാർഹിക പീഡന നിയമം പാസ്സാക്കിയത്. ഓക്കെ, പോക്സോ കേസ് ഫയൽ ചെയ്യാനുള്ള സമയപരിധി അങ്ങനെ ഇല്ല. ഓക്കെ, പോക്സോ കേസ് ഫയൽ ചെയ്യുന്നതിന് സമയപരിധി ഇല്ല. എന്നാൽ പോക്സോ കേസ് 1 വർഷത്തിനകം തീർപ്പാക്കിയിരിക്കണം. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ, തലശ്ശേരിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? തലശ്ശേരിയിലാണ്. 2024 ദാദാസാഹിബ് ഫാൽക്കെ ജേതാവാരാണ്? ഓപ്ഷൻ ബി, മിഥുൻ ചക്രവർത്തി. 2025 ദാദാസാഹിബ് ഫാൽക്കെ ജേതാവാരാണ്? മോഹൻലാലാണ് അല്ലേ? മോഹൻലാൽ. ഇതിനു മുമ്പ് കിട്ടിയ മലയാളി ആരായിരുന്നു? അടൂർ ഗോപാലകൃഷ്ണനായിരുന്നു 2004 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയത്. ഓക്കെ, ഇനി ആദ്യമായിട്ട് ദാദാസാഹിബ് ഫാൽക്കെ കൊടുത്തു തുടങ്ങിയത് എന്നായിരുന്നു? 1969 ദേവിക റാണിക്കാണ് ആദ്യമായിട്ട് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയത്. ചോദ്യം 70, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷം? 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ഇനി മാത്സ് ചോദ്യങ്ങളാണ്. അത് നിങ്ങൾ വീഡിയോ പൗസ് ചെയ്ത് വെച്ചിട്ട് മാത്സ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇംഗ്ലീഷ് ചോദ്യങ്ങൾ. ദ കോബ്ര writhed and lashed about dash a frightening manner. എന്താണ്? about in a frightening manner ആണ്. in a frightening manner. The cobra writhed and lashed about in a frightening manner. അടുത്ത ചോദ്യം, find out the correct answer. She dash longer if she hadn't fallen. She would have lived longer if she hadn't fallen. if clause ആണല്ലേ. if she hadn't fallen, she would have lived longer. അടുത്ത ചോദ്യം, തേർഡ് കണ്ടീഷനാണ് ഇത്. അടുത്ത ചോദ്യം, സംതിങ് ബിറ്റർ ആൻഡ് ഡാഷ് ടേസ്റ്റിംഗ് വാസ് കമ്മിങ് അപ്പ് ഇൻ ഹിസ് മൗത്ത്. എന്താണ്? വൈൽ. സംതിങ് ബിറ്റർ ആൻഡ് വൈൽ ടേസ്റ്റിംഗ്, VILE, വൈൽ ടേസ്റ്റിംഗ് വാസ് കമ്മിങ് അപ്പ് ഇൻ ഹിസ് മൗത്ത്. ചോദ്യം 84, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ഐ തിങ്ക് ഹി ഈസ് ഫ്രം ലണ്ടൻ. ഏതാണ്? ഇസിൻറ്റ് ഹി ആണ് ടാഗ് വരുന്നത്. ഇസിൻറ്റ് ഹി.
ഓക്കെ, ഐ തിങ്ക് ഹീ ഈസ് ഫ്രം ലണ്ടൻ. അപ്പം ഐ തിങ്ക് എന്നുള്ള ഭാഗം, ആ ഭാഗം നമ്മൾ ശ്രദ്ധിക്കേണ്ട. ഹീ ഈസ് ഫ്രം ലണ്ടൻ, ആ ഭാഗത്ത് ടാഗ് വേണം എടുക്കാൻ. ഐ തിങ്ക് എന്ന് പറയുക അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പം ഐ തിങ്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ മാറ്റി വെച്ചിട്ട് ഹീ ഈസ് ഫ്രം ലണ്ടൻ, ഇസൻറ്റ് ഹീ, അങ്ങനെ ആ സ്റ്റേറ്റ്മെൻറ്റ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്ത ചോദ്യം, സെലക്ട് ദ കറക്റ്റ് ഇൻഡയറക്റ്റ് ഫോം ഫ്രം ദി ഗിവൺ സെൻറ്റൻസ്. ഡോണ്ട് പുഷ് മീ ദ ബെഗർ. അപ്പം എന്താണ് ഇൻഡയറക്റ്റ് ഫോം ഏത് വരും? ദ ബെഗർ റിക്വസ്റ്റഡ് ദം നോട്ട് ടു പുഷ് ഹിം. ദ ബെഗർ റിക്വസ്റ്റഡ് ദം നോട്ട് ടു പുഷ് ഹിം. ഓക്കെ, അടുത്ത ചോദ്യം, അനറ്റോളിയൻ മീൻസ് പീപ്പിൾ ഓഫ് ഏഷ്യ മൈനർ. അനറ്റോളിയൻ മീൻസ് പീപ്പിൾ ഓഫ് ഏഷ്യ മൈനർ. അനറ്റോളിയൻ മീൻസ് പീപ്പിൾ ഓഫ് ഏഷ്യ മൈനർ. സിനോണിം ഓഫ് ഏലിയനബിൾ. ഏലിയനബിളിൻ്റെ സിനോണിം ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നെഗോഷ്യബിൾ, കൺവേയബിൾ, ട്രാൻസ്ഫറബിൾ. മൂന്നും ഏലിയനബിളിൻ്റെ സിനോണിമാണ്. എന്തൊക്കെയാണ്? നെഗോഷ്യബിൾ, കൺവേയബിൾ, ട്രാൻസ്ഫറബിൾ. ഓക്കെ, അടുത്ത ചോദ്യം, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഇഡിയം ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ റിട്ടേൺ ഫോം. ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ റിട്ടേൺ ഫോം. അറിഞ്ഞുകൂടാത്ത സിനോണിമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്നൊരു നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, ദ ക്വാളിറ്റി ഓഫ് ബീയിങ് ക്ലെവർ, ഒറിജിനൽ ആൻഡ് ഇൻവെൻറ്റീവ് ഇസ് ഇൻജെന്യൂയിറ്റി. എന്താണ്? ഇൻജെന്യൂയിറ്റി. ദ ക്വാളിറ്റി ഓഫ് ബീയിങ് ക്ലെവർ, ഒറിജിനൽ ആൻഡ് ഇൻവെൻറ്റീവ് ഇസ് എന്താണ്? ഇൻജെന്യൂയിറ്റിയാണ്. ഇൻജെന്യൂയിറ്റി. റീഅറേഞ്ച് ദ പാർട്സ് ഓഫ് സെൻറ്റൻസ് ഇൻ കറക്റ്റ് ഓർഡർ. കറക്റ്റ് ഓർഡറിൽ എങ്ങനെ വരും? SPQR ആണ് വരുന്നത്. ഇഫ് യു ഡു യുവർ വർക്ക് വിത്ത് ഡെഡിക്കേഷൻ ആൻഡ് ഓണസ്റ്റി, പീപ്പിൾ വിൽ നോ ഹൗ ഹാർഡ് യു ഹാവ് ട്രൈഡ്. ഓക്കെ, എന്താണ്? ഇഫ് യു ഡു യുവർ വർക്ക് വിത്ത് ഡെഡിക്കേഷൻ ആൻഡ് ഓണസ്റ്റി, പീപ്പിൾ വിൽ നോ ഹൗ ഹാർഡ് യു ഹാവ് ട്രൈഡ്. ഓക്കെ, ഈ മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. അജഗരന്യായം എന്ന ശൈലിയുടെ പൊരുളന്ത്. അജഗരന്യായം എന്ന ശൈലിയുടെ പൊരുളന്ത്. ഒന്നിനും വേണ്ടി പരിശ്രമിക്കാതെ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുക. അതാണ് അജഗരന്യായം എന്ന് പറയുന്നത്. 92. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് വാക്യശുദ്ധി വരുത്തിയ ഒരു വാക്യം എടുത്തെഴുതുക. ഏതാണ്? ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല. അതാണ് കറക്റ്റ് വാക്യമായിട്ട് വരുന്നത്. ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല. ശരിയായ പദം എടുത്തെഴുതുക. സ്വൈരം. ഏതാണ്? സ്വൈരം. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. സ്വൈരം ആണ്. സ്വൈര്യം എന്നൊന്നും പറയരുത്. നമ്മൾ സംസാര ഭാഷയിൽ പറയുമ്പം സ്വൈര്യം തരുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ? അപ്പം എന്താണ് കറക്റ്റ് വാക്യം? ഏതാണ്? സ്വൈരം ആണ്. സ്വൈരം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പദങ്ങൾ ചേർത്തെഴുതി ശരിയായ പദം എടുത്തെഴുതുക. ആ പ്ലസ് ഇടം ഏതാണ്? അവിടം. ആ പ്ലസ് ഇടം അവിടം. കം ഇൻ ഹാൻഡി എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ മലയാള അർത്ഥം എന്ത്? കം ഇൻ ഹാൻഡി എന്ന് പറഞ്ഞാൽ എന്താണ്? തക്ക സമയത്ത് പ്രയോജനപ്പെടുക. തക്ക സമയത്ത് പ്രയോജനപ്പെടുക. 96. പിരിച്ചെഴുതുക. വിണ്ടലം എങ്ങനെയാണ് എഴുതുന്നത്? വിൺ പ്ലസ് സ്ഥലമാണ് വിണ്ടലം. വിൺ പ്ലസ് സ്ഥലമാണ് വിണ്ടലം. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളുടെ ശരിയായ അർത്ഥം കണ്ടെത്തുക. എന്താണ്? കന്ദരവും കന്താരവും. ഏതാണ്? കന്ദരം ഗുഹ, കന്താരം പേരാൽ. കന്ദരം ഗുഹ, കന്താരം പേരാൽ. അത് കന്താരം പേരാൽ എന്ന് നമ്മൾ കേട്ടിട്ടില്ലാത്തതാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. കന്ദരം ഗുഹ പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരർത്ഥമാണ്. കന്ദരം ഗുഹ, കന്താരം പേരാൽ. വിപരീത പദം എഴുതുക. ഉത്കർഷം. ഓപ്പോസിറ്റ് എന്താണ്? അപകർഷം. ഉത്കർഷം, അപകർഷം. താഴെ കൊടുത്തിരിക്കുന്ന വാക്കിൻ്റെ പര്യായ പദം എഴുതുക. ആരാമം. ആരാമം എന്താ വരും? പൂന്തോട്ടം, ഉദ്യാനം. ചോദ്യം 100. ഐറണി എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ മലയാള അർത്ഥം എടുത്തെഴുതുക. എന്താണ്? വിപരീതാർത്ഥ പ്രയോഗമാണ് ഐറണി എന്ന് പറഞ്ഞാൽ. വിപരീതാർത്ഥ പ്രയോഗം. അപ്പം ഇത്രയുമാണ് 100 ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം തീർച്ചയായും നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. 100-ലധികം ചോദ്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. കണക്റ്റഡ് ഫാക്ട്സുമായിട്ട് ഉൾപ്പെട്ട് 100-ലധികം ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. റീസെൻറ്റ് നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ടൊന്ന് പഠിച്ചിട്ട് വേണം പോകാൻ. ഓക്കെ, ഇനി നമ്മുടെ ചാനലിൽ CRT ക്ലാസ്സസും നൽകി വരുന്നുണ്ട്. 5th സ്റ്റാൻഡേർഡ് ഏകദേശം കഴിയാറായിട്ടുണ്ട്. സോഷ്യൽ സയൻസ് ആണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ബേസിക് സയൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഡിഗ്രി ലെവൽ PYQസും +2 ലെവൽ PYQസും 10th ലെവൽ PYQസും സ്പെഷ്യൽ എക്സാംസും ജനറൽ എക്സാംസും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും കണക്റ്റഡ് ഫാക്ട്സ് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. കണ്ടിട്ടില്ലാത്തവർ കയറി കണ്ടു നോക്കുക. പ്ലേലിസ്റ്റ് ഇവിടെ കൊടുത്തേക്കാം. ഓക്കെ, അപ്പം താങ്ക് യു.